ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചാന്ത് പൊട്ടിൽ ആ വില്ലൻ വേഷം നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലൻ കഴിഞ്ഞിട്ട് കോമഡി ചേട്ടൻ കോമഡി ഷിഫ്റ്റ് ചെയ്തതല്ല, നമുക്ക് എപ്പോഴും വേഴ്സറ്റൈൽ ആവണം, നമുക്ക് പല ടൈപ്പ് വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഈ വില്ലൻ വേഷത്തിൽ അങ്ങ് പെട്ടു. അതായത് നമ്മളെവിടെ ചെന്നാലും ആദ്യം ഒരു വടിവാളെടുത്ത് തരും, മേക്കപ്പ് ഈ ഇവിടെ ഒരു മാർക്കുണ്ട് അതൊന്നും കൂടി കുത്തി ഒന്നും കൂടി മാർക്കാക്കും, വേറെ എക്സ്ട്രാ ഒരു വെട്ടിട്ട് തരും, ആർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാള് തരും, പിന്നെ കോസ്റ്റ്യൂം ഒരു കൈലിയും ട്രൗസർ പുറത്ത് കാണുന്ന പോലെ കൈലിയും തരും. പക്ക ഗുണ്ട പരിപാടിയായിരുന്നു കുറെ നാള്. പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി ബേസ് ചെയ്ത് കുറെ പടങ്ങൾ ആ സമയത്ത് സ്ഥിരം ഞാൻ കൊട്ടേഷൻകാരനായിരുന്നു. മട്ടാഞ്ചേരി പല ആൾക്കാരും വിചാരിച്ചു ഞാൻ മട്ടാഞ്ചേരിക്കാരനാണെന്നാ. കുറെ നാൾക്കാർ ആ പരിസരത്ത് തന്നെയായിരുന്നു ഞാൻ കുറെ നാളുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നമുക്കിത് മാറണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ച സമയത്താണ് ശരിക്കും ഈ ഏതാ മറ്റേ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ വന്നതിൽ നല്ല ഹ്യൂമർ കലർന്നൊരു പോലീസുകാരൻ്റെ വേഷം. 2-3 സീനേ ഉള്ളൂ, പക്ഷെ എനിക്കത് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, അത്യാവശ്യം ചിരി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു തോന്നൽ വന്നു. പിന്നെയാണ് അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുണ്യാളനഗർ ബത്തീസിൽ എനിക്ക് വരുന്നത്. അതിലാദ്യം വേറെ വേഷമായിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ആ ലാസ്റ്റ് മിനിറ്റിൽ അത് ചെയ്യേണ്ടിരുന്ന നടൻ എത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ രഞ്ജിത് ശങ്കർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ പാസഞ്ചറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുണ്യാളനഗർ ബത്തീസിൽ ഈ വേഷം എനിക്ക് അങ്ങനെ വന്നു ചേരുന്നതാണ്. അത് പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം, ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്കില്ലായിരുന്നു. അപ്പൊ ഞാനിത് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഞാനിപ്പോ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മുടെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് അവസരം ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ശ്രീത്തോട്ടോ അയ്യോ ശ്രീത്തിന് പറ്റിയ വേഷമില്ല, അതായത് ഗുണ്ട വേഷമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന അവര് ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ അത് അവസാനം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാന്നായി. എന്ന് പറഞ്ഞാൽ ചെയ്ത് അത്യാവശ്യം ആൾക്കാർ കുഴപ്പമില്ലാന്നുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്ക് അങ്ങനത്തെ ശേഖവർന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇന്ദ്രജിത്ത് ആയിരുന്നു ഹീറോ. അത് ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതാണ്. എല്ലാവരും സാധാരണ പുണ്യാളനെ പറയാ, ടോട്ടലി നെഗറ്റീവ് ക്രിട്ടിസൈസ് ചെയ്യോ? നന്നായി നമ്മളെ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മള് ഇതാനെന്താ കാണിച്ചിരിക്കുന്ന ചോദിക്കും. ഒരു ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, അല്ലാതെ ബാക്കിയുള്ളവരെല്ലാരും നല്ലതാന്നേ പറയത്തുള്ളൂ. ഭാര്യയെ പറയത്തുള്ളൂ ഇത് കൊള്ളത്തില്ലായിരുന്നു അല്ലേ. ചേട്ടൻ ഡബ് ചെയ്യാറുണ്ട് അല്ലേ? ഇല്ല, ഞാൻ അച്ഛന് ഡബ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വോയിസ് വരും? കറക്റ്റ് വോയിസ് അല്ല, ഇപ്പൊ തീരെ ഇല്ല. ഇപ്പൊ ഭയങ്കര വ്യത്യാസം. പണ്ടൊരു അച്ഛനൊരു 60-65 വയസ്സുള്ള സമയത്ത് ഞാൻ പ്രാഞ്ചിയേട്ടനെ ഡബ് ചെയ്തിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ ഫുള്ള് ഞാൻ ഒന്ന് സംസാരിക്കോ അച്ഛനെ പോലെ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നിനക്കിനി വേണ്ട തോന്നുമ്പോ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. എരക്കലിനല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. അതിലേക്ക് കയറ്റിയതാ. അപ്പൊ നമുക്ക് തുടങ്ങുമ്പോ ഇല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന് ഞാൻ ഡയലോഗ് ആലോചിക്കായിരുന്നു, മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല. അച്ഛന്റെ ഒരു പ്രസൻസ് അറ്റ്ലീസ്റ്റ് വന്നു ഇവിടുന്ന് പോകുന്നില്ല, അച്ഛന്റെ ഒരു ഒച്ച കേൾക്കാൻ പറ്റുന്നത്. ഇത് എപ്പോഴും അഭിനയിക്കാൻ തീരുമാനിച്ചേ? ഞാൻ ആക്ച്വലി ടീച്ചറാണ് ആയിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കോവിഡിന് ശേഷമാണ്, കോവിഡ് കാലഘട്ടത്തിലാണ്. ഐ എം സോ സോറി, പ്രേക്ഷകരോട് സോറി. പേര് ചോദിച്ചു? സജിത. മര്യാദകേടാണ്, പക്ഷെ എന്നാലും പറയൂ. കോവിഡ് കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്, അന്നൊക്കെ ഓൺലൈൻ ആണല്ലോ. ആ സമയത്ത് 11th പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ലോക്ക്ഡൌൺ വന്നപ്പോ ഏറ്റവും ആദ്യം അടയ്ക്കപ്പെടുകയും അവസാനം തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലോ എന്റർടൈൻമെന്റ്. അപ്പൊ അങ്ങനെ വീട്ടിലിരുന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയപ്പോ ഞാൻ കുറച്ചൊക്കെ എഴുതും. അപ്പൊ അങ്ങനെ 1-2 സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തപ്പോ ചെറിയ ഷോർട്ട് ഫിലിംസ് മാറി ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ വീഡിയോസ് ചെയ്തു തുടങ്ങി സ്വന്തമായിട്ട്. അല്ല, ഞങ്ങൾ വേറെ ആരെയും കിട്ടില്ലല്ലോ, കയ്യിലുള്ള ക്യാമറയും പരിപാടിയൊക്കെ വെച്ച്
ചെയ്തു തുടങ്ങി. ആ. അത് ആരുടെ മറ്റേ രഞ്ജിത് ശങ്കറിന്റെ പേജിലായിരുന്നു തോന്നുന്നു ആദ്യം. ആദ്യത്തെ രഞ്ജിത് ശങ്കറിന്റെ അന്ന് പേജിൽ എല്ലാരും എന്തും കാണുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അത്ര entertainment ഒന്നുമില്ല, കുറവല്ലേ? സിനിമകളില്ല, പുറത്തു പോകാൻ പറ്റില്ല. കുറെ ആൾക്കാരെ ഇങ്ങനെ കണ്ട് കുറെ ആൾക്കാർ ഇവരെ ആഡ്സിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആഡുകൾക്ക് വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ അതങ്ങനെ ഒരു വശത്തോടെ അത് തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ സിനിമയിലേക്കും ചെറിയ ചെറിയ വേഷങ്ങൾക്കൊക്കെ വിളിച്ചു തുടങ്ങി. ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും എന്നുള്ളൊരു തോന്നല് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കോളേജിലൊന്നും അങ്ങനെ ഒരു ഡാൻസോ പരിപാടിയോ ഒന്നുമില്ല. ഞാൻ വളരെ പറയുന്ന വീട്ടില്, പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന നമ്മൾ കൂടെയുള്ളവരുടെ കൂടെ തന്നെ ആവുമ്പോ നമുക്ക് വലിയൊരു ടെൻഷൻ ഒന്നുമില്ല. വീട്ടിലുള്ള അതേപോലെ തന്നെയാണല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. സമീപിക്കണില്ലല്ലോ. അപ്പൊ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന, അപ്പൊ നല്ലൊരു ഗ്രോത്ത് ആയിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു കോൺഫിഡൻസ് ആയപ്പോൾ കുറച്ച് പരസ്യങ്ങൾ ചെയ്തു. ആഡ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ കുറെ തവണ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചെയ്യണോ? വെറുതെ അറിയാത്തൊരു പണി പുറത്തു പോയി. പക്ഷെ ശരിക്ക് ഈ അമ്മേനോട് ചിഞ്ചു പറഞ്ഞത് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് കണ്ടാൽ ശരിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹ്യൂമറാണ്. എന്നതാ അഭയനോട് ചിഞ്ചു പറഞ്ഞത്? ഓക്കെ, അത് ഞാൻ എന്തായാലും കാണും, നോക്കിയിട്ട് കാണും. എന്നാ ചേട്ടാ, എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഫേസ്ബുക്കിലില്ല. ഇതിലത്തെ ഇപ്പൊ നമുക്ക് കാണുന്ന ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീൽസ് ഒക്കെ ഇപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്. മറ്റേ ഇപ്പൊ നമ്മൾ 30 സെക്കൻഡിലേക്ക് ചുരുങ്ങില്ല, മറ്റേ 10-12 മിനിറ്റ് നമുക്ക് സമാധാനം. അതിലത്തെ കുറെ സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ പല ആൾക്കാർ റീൽസ് ആയിട്ട് അറിഞ്ഞിട്ടൊന്നും ആവില്ല ചിലപ്പോ. അതിലത്തെ ചില നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ റീൽസ് ആയിട്ട് 30 സെക്കൻഡ് വരുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ കണ്ടന്റുകൾ ഇപ്പോഴും ലൈവ് ആണെന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റോറി ഇതാണ്, നമ്മൾ ഈ മറ്റേ ഗൂഗിൾ നോക്കിയിട്ട് മാപ്പ് നോക്കി പോകുന്ന ഒരു അവസ്ഥയും വഴിയിൽ പെട്ടുപോകുന്നതും. വാട്സാപ്പിനെ വിശ്വസിക്കുന്ന ഒരു അങ്ങനത്തെ വാട്സാപ്പിൽ. അത് 2 ടൈപ്പ് ജനറേഷനും മനസ്സിലാവുന്ന രീതിയിലും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. എന്തായാലും ഇത് ഞാൻ കാണും ഉറപ്പായിട്ടും. അതായിരുന്നു അവസാനത്തെ എപ്പിസോഡ്. അല്ല, അവസാനത്തെ പിന്നെ എഴുതുവോ? ചെറുതായിട്ട്, അങ്ങനെ ഒരു വലിയ എഴുത്തുകാരിന്നല്ല, ഇതുപോലത്തെ വല്ലതൊക്കെ ചെറുതായിട്ട്. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെയുള്ളത് ഒരു കുറച്ച് എഴുതി വെക്കും. അതിനെ ഡെവലപ്പ് ചെയ്യാൻ പിന്നെ ഇതിനൊന്നും വേണ്ടിയിട്ട് എഴുതിയതൊന്നല്ല, പലതും ഇങ്ങനെ ഫാമിലി ആയിട്ട് അഭിനയവും ഈ കലയായിട്ട് ഒരുപാട് അടുത്ത് ജീവിക്കുന്നുണ്ട്. അച്ഛന്റെ അഭിപ്രായം എന്താ? അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛൻ ഭയങ്കര ജോലി വിടാന്നും പറയുമ്പോ, അങ്ങനെ ഞാൻ ജോലി വിട്ടത് അങ്ങനെയാണ്. കാരണം ഇത് രണ്ടും കൂടി കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 11th എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളും കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ പണ്ടത്തെ പോലെയല്ല, അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട്. അപ്പൊ അങ്ങനെ കണ്ണടച്ചു പോയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്. അപ്പൊ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറയും, ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ പക്ഷേ ടീച്ചറിന് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? അത് നമ്മള് ക്ലാസ് ആദ്യം വിചാരിക്കും ചെറിയ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാട്ടോ. ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചിങ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ടീച്ചർ വരട്ടാൻ കൊള്ളാം. പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ 4th ലോ 5th ലോ മറ്റോ വാങ്ങിച്ചു. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നവരാണ് മനസ്സിലായത് ചെറിയ കുട്ടികളാണ് ശരിക്കും. 11th സ്റ്റാൻഡേർഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ പിള്ളേർക്ക് എന്നെ പേടിയായിരുന്നു, അവർക്ക് എന്നെ പേടിയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ എനിക്ക് ഭയങ്കര ഫേസ് വെച്ചിട്ട് ദേഷ്യം കാണിക്കോ? പല ആൾക്കാരും പറയും, സജിത എപ്പോഴും ചിരിച്ചിട്ടാണല്ലോ ഇരിക്കണേ, എപ്പോഴും ചിരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, ചിരിക്കാത്ത ഒരുപാട് സമയങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ട്. അച്ഛനും മക്കളും പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ ഈ പറയുന്നേല്? എന്റെ അമ്മ, ഞാൻ 5 മിനിറ്റ് ഇരുന്ന് ഇനി എന്നെ വരട്ടുമോ എന്തോ. ഭക്ഷണം കൊടുക്കാൻ ചേട്ടാ, നമുക്ക് പോവാം. Ali's Kitchen. Let's cook with love.